ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നിങ്ങളഥവാ നിങ്ങളെ പി എഫിന്റെ വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇപ്പം പ്രോസസ്സ് വന്നിട്ട് ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ അതിന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സ് ഞാൻ ഇന്ന് പറഞ്ഞുതരും. നിങ്ങളുടെ പി എഫ് എമൗണ്ട് വന്നിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിലൂടെ തന്നെ വിഡ്രോൾ ചെയ്യാൻ പറ്റും. അതും ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, പി എഫിന്റെ ബാലൻസ് എങ്ങനെ വിഡ്രോൾ ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഉമ്മങ്ക് ആപ്പ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാം പെർമിഷൻസ്. അതിനു മുമ്പ് ഫസ്റ്റ് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കണം. അതിനുശേഷം എം പിൻ ചോദിക്കും, അത് ഇവിടെ കൊടുക്കണം. അഥവാ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളതിൽ എം പിൻ കാണൂല. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇവിടെ രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. നിങ്ങളെ നമ്പറിൽ ആ OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഒരു എം പിൻ സെറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എം പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എം പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാസ്വേഡ് പോലെയാണ്. അതേപോലെ കൺഫേം എം പിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏതൊക്കെ സർവീസസ് ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന നമ്മളെ പി എഫിൽ എത്ര ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് നമുക്ക് എങ്ങനെ വിഡ്രോൾ ചെയ്തെടുക്കുക. സോ അതിനുവേണ്ടി ഇവിടെ താഴെ സർവീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യണം EPFO. അപ്പോൾ ഇവിടെ EPO ഡിപ്പാർട്ട്മെന്റ് സർവീസ് ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അഥവാ പി എഫിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വ്യൂ പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്യണ മുമ്പ് നമുക്കിവിടെ ഫസ്റ്റ് നമ്മളെ പി എഫ് അക്കൗണ്ടിനെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡൗൺലോഡ് UN കാർഡ്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മളെ UN നമ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ UN നമ്പർ കൊടുക്കാൻ പറയും. അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്കിവിടെ ഹോം പേജിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഫേസ് ഓതന്റിക്കേഷൻ ഓഫ് ഓൾറെഡി ആക്ടിവേറ്റഡ് UNs. ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മളെ ഫേസിനെ വെരിഫിക്കേഷൻ ചെയ്യും, നമ്മളെ ഫേസിനെ സ്കാൻ ചെയ്യും. ഇവിടെ നമ്മളെ ആധാർ ഓതന്റിക്കേഷൻ വഴി നമ്മളെ UNR വന്നിട്ട് ഫൈൻഡ് ആയി കിട്ടും. ഇതേപോലെ ഷോ ആകും. അതേപോലെ എൻ്റെ UNR എനിക്കറിയാം, സോ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കാൻ പറയും. ഇവിടെ നമ്മൾ കാലണ്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ UN കാർഡ് ഡൗൺലോഡ് ആയി കിട്ടും. ഈ കാര്യം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ KYC വന്നിട്ട് ഇവിടെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ PF വന്നിട്ട് വിഡ്രോൾ ചെയ്യണ മുമ്പ് നിങ്ങളെ KYC വന്നിട്ട് ആയിട്ടുണ്ടാകണം. എൻ്റെ ഇവിടെ KYC എന്ന് കിടക്കുന്നുണ്ട്, എൻ്റെ KYC വന്നിട്ട് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളെ ഇതിൽ KYC നൺ അതോ ഇല്ലെന്ന് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് KYC ചെയ്യണം. ഇവിടെ KYC ചെയ്തതിനു ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. എൻ്റെ ഇവിടെ KYC ആയിട്ടുണ്ട്, സോ ഞാനിവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ PDF ഡൗൺലോഡ് ആയി ഓപ്പൺ ആയി വരും. ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മളെ പി എഫിന്റെ ബാലൻസ് എങ്ങനെ വിഡ്രോ ചെയ്യുക. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, റൈസ് ക്ലെയിം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് വിഡ്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഫസ്റ്റ് നമുക്കിവിടെ നമ്മളെ PF അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം, എത്ര പെൻഷൻ അക്കൗണ്ടിലുണ്ടെന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, വ്യൂ പാസ്ബുക്ക്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ UN നമ്പർ കൊടുക്കാൻ പറയും. ഇതിൽ കൊടുത്തിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ കമ്പനീസിന്റെ ലിസ്റ്റുകൾ വരും. ഇവിടെ നിങ്ങൾ ഏതൊക്കെ കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ കമ്പനീസിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇവിടെ അഥവാ നിങ്ങൾ ഏത് കമ്പനിയുടെ ബാലൻസ് എടുക്കണോ, ഏത് കമ്പനിയുടെ ബാലൻസ് ചെക്ക് ചെയ്യണോ ആ ഒരു കമ്പനി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ ഇവിടെ ഫുൾ ഹിസ്റ്ററി ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളെ എത്രമാത്രം എംപ്ലോയി ഷെയർ ഉണ്ടോ, എത്ര എംപ്ലോയറിന്റെ ഷെയർ ഉണ്ടോ, നിങ്ങളെ സാലറിയിൽ നിന്ന് കട്ടാവുന്ന എത്ര ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് പെൻഷനിൽ നിന്ന് എത്ര കോൺട്രിബ്യൂട്ട് ആകുന്നോ അതിന്റെ എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. അതിനുശേഷം താഴോട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളെ എത്ര ദിവസം ഏതൊക്കെ ദിവസം നമുക്ക് പൈസ എത്ര വന്നിട്ടുണ്ടെന്നെല്ലാം കാണാൻ പറ്റും. അതേപോലെ ഈ പാസ്ബുക്കിലെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ബാങ്ക് പാസ്ബുക്ക് പോലെ ഇവിടെ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും. ഇത് ഇത്രയും നമ്മളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് നമ്മളെ PF ബാലൻസ്. അതേപോലെ പെൻഷന്റെ ബാലൻസ് വന്നിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് പൈസ എങ്ങനെ എടുക്കാൻ നമുക്ക് കാണാം. ഇതിനെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ബാക്ക് അടിക്കുക.
അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും റേസ് ക്ലെയിം. അതേപോലെ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണിക്കും, റേസ് ക്ലെയിം. ഇതേപോലെ കാണുമ്പോൾ ഒരു ചിലവർ കൺഫ്യൂഷൻ ആയി പോകും. അതേപോലെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും റേസ് ക്ലെയിം സ്കീം സർട്ടിഫിക്കറ്റ്സ്. അഥവാ നിങ്ങൾക്ക് പെൻഷന്റെ പൈസ എടുക്കണോ അതോ പെൻഷന്റെ സർട്ടിഫിക്കറ്റ് എടുക്കണോ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷെങ്കിൽ PFന്റെ ആക്ച്വൽ പൈസ എടുക്കുകയാണെങ്കിൽ അതോ മെയിൻ പൈസ എടുക്കുകയാണെങ്കിൽ ഇവിടെ റേസ് ക്ലെയിം ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളെ ഫ്രണ്ടിൽ വീണ്ടും നമ്മളെ ബേസിക് ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളെ PF അക്കൗണ്ടിലൂടെ നിങ്ങളെ ഏത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആണോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മളെ PF വിഡ്രോൾ ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിലാണ് വന്ന് ചേരുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും ഒരിക്കൽ. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ സർവീസ് ഡീറ്റെയിൽ വരണം. നെക്സ്റ്റ് നമുക്കിവിടെ മെമ്പർ ID സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നമുക്ക് ഒരു ചില ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ കാണാൻ പറ്റും. ഈ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴാണ് PFന്റെ വിഡ്രോൾ ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡേറ്റ് ഓഫ് ജോയിനിങ്. നമ്മൾ ഈ കമ്പനിയിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് ഇവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ടാകും. അതേപോലെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഡേറ്റ് ഓഫ് എക്സിറ്റ്. എന്ന് വെച്ചാൽ എൻ്റെ കേസിൽ കാണാൻ പറ്റും എൻ്റെ പെൻഷൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡേറ്റ് ഓഫ് എക്സിറ്റിൽ നമുക്ക് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അഥവാ നിങ്ങൾക്ക് എക്സിറ്റിൽ മെൻഷൻ ആണെങ്കിൽ അഥവാ നിങ്ങൾ ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യും. അഥവാ നിങ്ങൾ ജോലി വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യണം. ഇത് വന്നിട്ട് പെർസൺ ടു പെർസൺ വന്നിട്ട് വെരിഫൈ ചെയ്യാണ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരെയാണെന്ന് പറഞ്ഞിട്ട്. ഇനിയും കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടിലോട്ട് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കണം. ഇനി നമുക്കിവിടെ അഡ്രസ്സ് കൊടുക്കണം. നമ്മളെ എംപ്ലോയിന്റെ അഡ്രസ്സ് ഇവിടെ ഏതാ കൊടുക്കുക, ഇവിടെ നിങ്ങളെ ലൊക്കേഷൻ കൊടുക്കുക, നിങ്ങളെ സ്റ്റേറ്റ് കൊടുക്കുക, അതിനുശേഷം ഡിസ്ട്രിക്ട് കൊടുക്കുക, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. എല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു ക്ലെയിം ഫോമിന്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടാകും. ഇവിടെ എപ്പോഴാണ് നമ്മളെ PFന്റെ എമൗണ്ട് വിഡ്രോൾ ചെയ്യുന്നോ അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഫോം സെലക്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ തന്നെ നിങ്ങളെ കുറച്ച് പൈസ അതോ മാക്സിമം പൈസ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് ഒരു ചില കണ്ടീഷനിൽ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഓഫ് എക്സിറ്റ് അവിടെ അഥവാ മെൻഷൻ ഇല്ലെങ്കിൽ അഥവാ നിങ്ങൾ ആ ജോലിയിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങളെ വിട്ടിട്ടുണ്ടെങ്കിൽ പക്ഷെങ്കിൽ എംപ്ലോയർ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് വിഡ്രോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോം നമ്പർ 31 ഫിൽ ചെയ്യണം. അവിടെ തന്നെ നിങ്ങൾ ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോം നമ്പർ 19 ഫിൽ ചെയ്യണം. ഈ ഫോം വന്നിട്ട് എപ്പോഴാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് വന്നിട്ട് മെൻഷൻഡ് ആണെങ്കിൽ അതിനുശേഷം 2 മാസം വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു ജോലിയിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കേസ് നമുക്ക് ഇവിടെ ഫോം നമ്പർ 19 ഫിൽ ചെയ്യണം. അതിനുശേഷം 10C ഫോം വന്നിട്ട് എപ്പോഴാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങളെ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ടോ അതോ പെൻഷന്റെ സർട്ടിഫിക്കറ്റ് അതോ പൈസ വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ അഡ്വാൻസ് ആയിട്ടാണ് പൈസ വിഡ്രോൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ജോലി വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫോം നമ്പർ 31 ഫിൽ ചെയ്യണം. ഞാനിപ്പോൾ ഫോം 31 സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഇവിടെ ചോദിക്കുന്നുണ്ടാകും എന്താണ് പർപ്പസ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പൈസ വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കാരണമായിട്ട് നമ്മൾ വിഡ്രോൾ ചെയ്യുന്നു ഇവിടെ ചോദിക്കുന്നുണ്ടാകും. ഇവിടെ അഥവാ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് വേജസ് കിട്ടുന്നില്ലെങ്കിൽ സാലറി കിട്ടുന്നില്ലെങ്കിൽ അതോ ഏതെങ്കിലും കോവിഡ് കണ്ടീഷൻ ആയി പോയോ അതോ നിങ്ങൾക്ക് ഫീവർ ആണോ അതോ നിങ്ങളെ പിള്ളേർക്ക് ഫീവർ ആണോ ഇൽനെസ്സിലൂടെ നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷനുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കേസിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ് റീസൺ എന്താണ് നിങ്ങൾ പൈസ വിഡ്രോൾ ചെയ്യാൻ നോക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും. ഇവിടെ ഇൽനെസ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പൈസ വന്നിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കേസസിൽ നിങ്ങളെ പൈസ വന്നിട്ട് മാക്സിമം വിഡ്രോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇൽനെസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ എത്ര രൂപ വിഡ്രോ ചെയ്യാൻ നോക്കുന്നോ ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പൈസ വന്നിട്ട് ഇൻഡയറക്ട്ലി നിങ്ങളതാണ്. അഥവാ നിങ്ങൾക്ക് ഇവിടെ മൊത്തം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീടും വിഡ്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാ എമൗണ്ടും വിഡ്രോൾ ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ എമൗണ്ട് ചെക്ക് ചെയ്യണം. ഇതിനു മുമ്പ് ഞാൻ ഒരു ഡീറ്റെയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാകും. അതിനെ വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ PFന്റെ എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യണം. അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എംപ്ലോയർ വന്നിട്ട് ഒരു സൈഡ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം എംപ്ലോയി വന്നിട്ട് അതിനെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് വേണമെങ്കിൽ എല്ലാം എടുക്കാൻ പറ്റും. സോ നമുക്കിവിടെ ഫുൾ എമൗണ്ട് ആണ് വേണം. സോ നമ്മളിവിടെ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഫുൾ ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാർ OTPയിലൂടെ ഓത്തന്റിക്കേഷൻ ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഡോക്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
അതിനുശേഷം നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. നിങ്ങളെ ആധാർ കാർഡിൽ ഏത് ഫോൺ നമ്പർ ലിങ്ക് ആണോ ആ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ authentication വന്നിട്ട് ഇതേപോലെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ PFനെ വിഡ്രോൾ ചെയ്യേണ്ട ക്ലെയിം ഫോം വന്നിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഈ ഫോമിന്റെ ട്രാക്കിംഗ് നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ നമ്പറിനെ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ മൊബൈൽ ഫോണോടെ ചെയ്യുകയാണെങ്കിൽ ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ ഫോണിൽ സേവ് ആക്കി വെക്കുക. ഇനി ഇതിന് ശേഷമുള്ള എന്താണ് പ്രോസസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളെ ക്ലെയിം റിക്വസ്റ്റ് വന്നിട്ട് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് റിവ്യൂ ചെയ്യും ഇതിനെ. അതേപോലെ മോസ്റ്റ്ലി ക്ലെയിം വന്നിട്ട് 2 to 3 ദിവസത്തിലെ ക്ലെയിം ആകുന്നതാണ്. പക്ഷെങ്കിൽ മാക്സിമം ക്ലെയിം ആകാൻ ടൈം എടുക്കുന്നത് 10 to 15 ദിവസം ക്ലെയിം ആകും. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ഫോം ആണെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോം നമ്പർ 31 ആണ് ഫിൽ ചെയ്തത്. നിങ്ങൾ ഏത് ഫോം ഫിൽ ചെയ്യുകയാണെങ്കിലും നിങ്ങളതോ ഫോം നമ്പർ 19 ഫിൽ ചെയ്യാണോ അതോ ഫോം നമ്പർ 10C ഫിൽ ചെയ്യാണോ അവർക്ക് വന്നിട്ട് ഇവിടെ എന്താണ് പ്രോസസ് അതിന്റെ സ്റ്റേറ്റസ് കാണുകയാണെങ്കിൽ നിങ്ങളെ പൈസ വന്നിട്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ലൈഫ് സ്റ്റേറ്റസ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ട്രാക്ക് ക്ലെയിമിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇപ്പോഴാണ് ജസ്റ്റ് ഫോം ഫിൽ ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മളെ ക്ലെയിം വന്നിട്ട് സെറ്റിൽ ആയിട്ടില്ല. എപ്പോഴാണോ നിങ്ങളെ ക്ലെയിം സെറ്റിൽ ആകുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. നേരത്തെ ഞാൻ എൻ്റെ പൈസ വിഡ്രോൾ ചെയ്തപ്പോൾ എൻ്റെ 2 ദിവസത്തിൽ തന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ വന്നിട്ട് പെട്ടെന്ന് വരാൻ ചാൻസസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ PFനെ വിഡ്രോൾ ചെയ്യേണ്ട ഫുൾ പ്രോസസ് നമ്മളൊന്ന് കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.